നെക്സ്റ്റാണ് പ്രൊസീജിയർ ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. മെയിൻലി 4 സ്റ്റെപ്പാണുള്ളത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എന്ത് വേണം, ടോട്ടൽ എത്ര കോസ്റ്റായി, ഒരു ട്രാൻസ്പോർട്ട് സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര കോസ്റ്റായി എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മെയിൻലി 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കളക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. നമുക്കിതുവരെ ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള മുഴുവൻ ചിലവുകളെയും കളക്ട് ചെയ്യുന്നതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഒരു ലോഗ് ബുക്ക് ഉണ്ടായിരിക്കും നമുക്ക്. ആ ലോഗ് ബുക്കിൽ നമ്മുടെ ഒരു മെഷീൻ അല്ലെങ്കിൽ നമ്മുടെ ബസ്സോ നമ്മുടെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന ആ ഒരു വെഹിക്കിൾ റൺ ചെയ്യാൻ വന്നിട്ടുള്ള എല്ലാ കോസ്റ്റുകളിനെയും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് ഒരു ലോഗ് ബുക്കിൽ എഴുതും. മെയിനായിട്ട് എന്തൊക്കെയായിരിക്കും വരിക, ഒരു മെഷീനല്ല വെഹിക്കിൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് വെഹിക്കിൾ, അതുപോലെ തന്നെ ഫ്യൂവൽ വേണം, ഫ്യൂവൽ ചാർജസ്, ഇൻഷുറൻസ് അടയ്ക്കണം, അതിന് ടാക്സ് അടയ്ക്കണം, എന്തെങ്കിലും ഡിപ്രീസിയേഷൻ വരികയാണെങ്കിൽ അത് വരും, അതുപോലെ തന്നെ സാലറീസും വേജസും കൊടുക്കണം, ഡിപ്രീസിയേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻസസും എന്താണ് ഒരു വെഹിക്കിൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചിലവാണ്. ആ മൊത്തം ചിലവുകളെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് വരുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ്. കളക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിനെ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ചിലവുകളെയും നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വെഹിക്കിൾ റൺ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാ ചിലവുകളെയും ഒരു ലോഗ് ബുക്കിൽ എഴുതി വെച്ചു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എല്ലാ എക്സ്പെൻസസും ഒരേ നേച്ചറിലുള്ളതല്ല. അപ്പോൾ നമുക്ക് എക്സ്പെൻസസിനെ മെയിനായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. സെക്കൻഡ് വരുന്നത് മെയിൻ്റനൻസ് ചാർജസ്. തേർഡ് വരുന്നതാണ് എന്ത്, റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്. ഇങ്ങനെ 3 ചാർജസാണ് മെയിനായിട്ട്. ഇങ്ങനെ 3 ഹെഡിലാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെഹിക്കിൾ ഫിക്സ്ഡ് എക്സ്പെൻസസ് ആണ്. ഫിക്സ്ഡ് എന്നറിയാം എന്ന് വെച്ചാൽ അതിന് യാതൊരു തരത്തിലുള്ള മാറ്റമില്ല. വെഹിക്കിൾ റൺ ചെയ്താലും റൺ ചെയ്തില്ലെങ്കിലും ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് എന്ത്, ഫിക്സ്ഡ് കോസ്റ്റ്. ഇപ്പം നമ്മുടെ വെഹിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ അതിന് എന്തടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, അതുപോലെ തന്നെ ലൈസൻസ് ഫീസ് കൊടുക്കണം. അത്തരത്തിലുള്ള എക്സ്പെൻസസുകൾ, ഫിക്സ്ഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസുകളാണ് ഇതിൻ്റെ ഹെഡിൽ വരുന്നത്. ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞ ഹെഡിൽ നമ്മൾ എഴുതുന്നത്. ഇൻഷുറൻസ്, ടാക്സ്, ലൈസൻസ് ഫീസ്, അതുപോലെ തന്നെ ഗ്യാരേജ് റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ഓഫ് ഡ്രൈവർ, നോട്ട് വേജ്, സാലറി ഓഫ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ഡിപ്രീസിയേഷൻ ഓൺ പീരീഡ് ബേസിസ്. ഇതൊക്കെ എന്തിൽ വരും, ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിൽ വരും. അപ്പോൾ എക്സ്പെൻസസുകൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലാവണം ഇത് ഫിക്സ്ഡ് എക്സ്പെൻസസ് ആണോ, അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് ചാർജ് ആണോ, അല്ലെങ്കിൽ അത് റണ്ണിങ് എക്സ്പെൻസസിൽ വരുന്നതാണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് എന്ത്, മെയിൻ്റനൻസ് ചാർജ്. ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ പ്രോപ്പർ റണ്ണിങ് കണ്ടീഷനിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വരും, മെയിൻ്റനൻസ് എക്സ്പെൻസ് വരും. ഒരു പ്രോപ്പർ റണ്ണിങ് കണ്ടീഷനിൽ നമ്മുടെ വെഹിക്കിൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വരുന്ന ചിലവുകളാണ് ഇതിൽ വരുന്നത്, മെയിൻ്റെനൻസ് ചാർജിൽ മെയിനായിട്ട് വരുന്നത്. എക്സാമ്പിൾ വരുമ്പോൾ നമ്മുടെ വെഹിക്കിൾ നാശമായിട്ടുണ്ടെങ്കിൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് വരും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം, പെയിൻറ്റിങ് വേണം, ഓവർഹോളിംഗ് എക്സ്പെൻസ്, ഗാരേജ് എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് ടയർ, ട്യൂബ്, സ്പെയർ പാർട്സ്. ഇത്തരത്തിൽ നമ്മുടെ മെഷീൻ ഓർ വെഹിക്കിളിനെ പ്രോപ്പറായിട്ടുള്ള റണ്ണിങ് കണ്ടീഷനിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസസ് നമ്മൾ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിൽ നമ്മൾ കാണിക്കണം. ഇത് സെമി വാരിയബിൾ ഇൻ നേച്ചറാണ്. സെമി വാരിയബിൾ എക്സ്പെൻസസ് എന്താ, സം പാർട്ട് ഫിക്സ്ഡും ആണ്, സം പാർട്ട് വാരിയബിൾ ആണ്. അത്തരത്തിലുള്ളതാണ് എന്ത്, സെമി വാരിയബിൾ എക്സ്പെൻസസിൽ മെയിനായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്. ഒരു നമ്മുടെ മെഷീൻ പ്രോപ്പറായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ വേണ്ടി വരുന്ന ആ ചിലവിനെ നമ്മൾ എന്തിൽ എഴുതും, റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കും. ദീസ് എക്സ്പെൻസസ് ആർ ഇൻകർഡ് ഫോർ റണ്ണിങ് ഓർ ഓപ്പറേഷൻ ഓഫ് ദ വെഹിക്കിൾ. എക്സാമ്പിൾ വരുമ്പോൾ നമ്മുടെ മെഷീൻ അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ പ്രോപ്പറായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മളതിന് എന്ത് കൊടുക്കണം, പെട്രോൾ ഒഴിക്കണം, അതുപോലെ തന്നെ ഓയിൽ, lubricating oil, grease, wage of driver, conductor, cleaner,
ഡിപ്രീസിയേഷൻ ഓൺ ദ ബേസ് ഓഫ് യൂസേജിൻ്റെ ബേസിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഏതിൽ എഴുതണം? നമ്മൾ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസിൽ എഴുതണം. സെക്കൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു? കളക്ഷൻ ഓഫ് കോസ്റ്റ്. എല്ലാ കോസ്റ്റുകളെയും നമുക്കൊരു വെഹിക്കിൾ റൺ ചെയ്യാൻ വേണ്ടി എന്നുള്ള എല്ലാ കോസ്റ്റുകളെയും നമ്മൾ കളക്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തു. 3 തരത്തിലാണ് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് എന്തായിരുന്നു? ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. സെക്കൻഡ് വന്നത് മെയിൻ്റനൻസ് എക്സ്പെൻസസ്. തേർഡ് വന്നത് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇനി തേർഡ് സ്റ്റെപ്പാണ് എന്ത് പറയുന്നത്? ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു? 2 തരത്തിലുണ്ട് കോസ്റ്റ് യൂണിറ്റ്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? 1 യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറഞ്ഞു? കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് സിമ്പിളാണോ അതോ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു. അതാണ് എന്ത്? തേർഡ് സ്റ്റെപ്പ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റെപ്പാണ് ഇത് പ്രിപ്പറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റും എന്ന് വെച്ചാൽ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തു? യൂണിറ്റ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. അതോടെ പ്രൊഡക്ഷൻ ആയിരുന്നു. ഇവിടെ മെയിനായിട്ട് എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എന്താ? സർവീസിനാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര കോസ്റ്റായി അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റും എത്രയായി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ്. ഫസ്റ്റ് എന്ത് എഴുതി? 3 പാർട്ടായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 3 ഹെഡ് അല്ലെങ്കിൽ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്താലും മതി. ഈ ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസും അല്ലെങ്കിൽ വാരിയബിൾ എക്സ്പെൻസും അങ്ങനെ 2 പാർട്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്താലും കുഴപ്പമില്ല. ഇതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റാണ്. പെർട്ടിക്കുലർ കോളം, ടോട്ടൽ കോസ്റ്റ് കോളം ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ ടോട്ടൽ കോസ്റ്റിൽ ഇതിപ്പോൾ നമ്മുടെ മെഷീൻ അല്ലെങ്കിൽ വെഹിക്കിൾ 6000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കുക 6000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ടാക്സ്, ലൈസൻസ് ഫീ, മെയിൻ്റനൻസ് ചാർജ് ഇതൊക്കെ ആയിരിക്കും ടോട്ടൽ കോസ്റ്റ് കോളത്തിൽ എഴുതുക. കോസ്റ്റ് പെർ യൂണിറ്റിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മുടെ വെഹിക്കിൾ 1 കിലോമീറ്റർ റൺ ചെയ്യണമെങ്കിൽ എത്ര ചിലവ് വരും? അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കിലോമീറ്റർ ആയിട്ടുള്ള 6000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വെഹിക്കിൾ റൺ ചെയ്തിട്ടുള്ള ടോട്ടൽ കിലോമീറ്റർ നമുക്ക് തരും. ആ ടോട്ടൽ കോസ്റ്റ് കോളത്തിൽ നമ്മൾ അത് എഴുതും. പെർ യൂണിറ്റ് കോസ്റ്റ് ആണെങ്കിൽ എന്താ? 1 കിലോമീറ്റർ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെഹിക്കിളിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് പെർ യൂണിറ്റ് കോസ്റ്റ് കോളത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എഴുതണം. സാധാ യൂണിറ്റ് കോസ്റ്റിംഗ് പോലൊക്കെ തന്നെ.